ഡൽഹിയിൽ പ്രതിഷേധത്തിനെത്തിയ എം മണി അമൃത വാർത്തകൾക്കൊപ്പം ചേരുന്നു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളം വലിയ പ്രതിഷേധവുമായി ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ, MLA-മാർ ഒക്കെ ഈ മുഖ്യമന്ത്രി നയിക്കുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നതിനായി ഡൽഹിയിലെത്തിയിട്ടുണ്ട്. എം മണി MLA ഇപ്പോൾ അമൃത വാർത്തകൾക്കൊപ്പം ചേരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് അടുത്ത ഒരു പ്രതിഷേധത്തിലേക്ക് കേരളം കാരണം കേരളം പൊറുതിമുട്ടി. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണന അത് പണ്ട് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ആയിരുന്നപ്പോഴും അവഗണനയാണ്. കാരണം രാഷ്ട്രീയ കാരണം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖ്യം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന സഖ്യം 57 മുതൽ ഈ പ്രതിസന്ധി നേരിടുന്നു. ഇപ്പോൾ BJP ആണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റും പണ്ട് കോൺഗ്രസ് സ്വീകരിച്ച അതേ മാർഗം തന്നെയാണ് ഇപ്പോൾ സ്വീകരിക്കുന്ന LDF ഗവൺമെൻറ്റാണ്. കേരളത്തിൽ നിന്നും BJPക്ക് വലിയ പിന്തുണയൊന്നുമില്ല, MPമാരൊന്നുമില്ല, തൽക്കാലം ഉണ്ടാകാൻ പോകുന്നുമില്ല. ഉണ്ടാകുമെന്നൊക്കെ സുരേന്ദ്രനൊക്കെ പറയുന്നതിനും അങ്ങനെയൊന്നും ഉണ്ടാകാനുള്ള യാതൊരു സാധ്യത അവിടെ എന്തെല്ലാം ചെയ്താലും. അതുകൊണ്ട് അടുത്ത 57,000 അധികം കോടി രൂപ അർഹതപ്പെട്ടത് വരാതെ അത് അവിടുത്തെ വികസന പ്രവർത്തനം മുന്നേറ്റം ഇവരെയൊക്കെ സംബന്ധിച്ച് അഖിലേന്ത്യാ രാഷ്ട്രീയത്തിലെ പ്രമുഖരായ BJPയുടെ നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പലരെയും സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ അവരുടെയൊക്കെ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയാത്ത നേട്ടം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അത് പണ്ട് മുതൽ 57 EMSൻ്റെ ഗവൺമെൻറ്റും എല്ലാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടത്തിയിരിക്കുന്ന പ്രവർത്തനം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകൾ നടത്തിയ പ്രവർത്തനം, നെഹ്റുവിൻ്റെ നാടായ UPക്കൊക്കെ മുകളിലാണ്, നരേന്ദ്രമോദിയുടെ നാടായ ഗുജറാത്തിലും മുകളിലാണ് കേരളത്തിൻ്റെ ഒന്ന് തൊഴിലാളികളുടെ പ്രശ്നം, 60 ലക്ഷത്തിൽ 61 ലക്ഷം പേർക്കാണ് അത് അന്നേരം അയാളല്ലാതെ ഇത് നല്ല സമരമാണെന്ന് മുരളീധരൻ ഇത് നല്ല സമരമാണ് എന്ന് പറഞ്ഞെന്നാൽ അയച്ചയുടെ ബുദ്ധിക്ക് എന്തോ തകരാറ് വന്നുകൊണ്ടായില്ല. കാരണം അങ്ങനെ പറയാൻ കൊള്ളുകയില്ല. കാരണം അങ്ങേരുടെ പാർട്ടി നയിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾക്കെതിരെയാണ് നമ്മുടെ സമരം. അപ്പോൾ കൊള്ളാം എന്ന് മുരളീധരൻ പറഞ്ഞാൽ മുരളീധരൻ്റെ ബുദ്ധിക്ക് എന്തോ കുഴപ്പം വന്നു ഉറപ്പാണ്. അപ്പോൾ പിന്നെ ഇത് രാഷ്ട്രീയ നാടകമാണെന്നുള്ള ന്യായം പുള്ളി പറഞ്ഞത് പുള്ളിയുടെ ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ കേരളത്തിൻ്റെ പൊതു താല്പര്യമാണ് നമ്മൾ ഉയർത്തുന്നത്. ഇത് ഭാവി ഇന്ത്യയിൽ തന്നെ ഒരു ചലനം ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിന്റെ പൊതുവികാരം ഉയർത്തിക്കൊണ്ട് ഭാവി ഇന്ത്യയിൽ രാഷ്ട്രീയ ചലനങ്ങൾക്ക് കാരണമാകുന്ന സമരമാണ് ഡൽഹി ജന്തർ മന്ദറിൽ നടക്കുന്നതെന്നാണ് CPM MLA എം മണി പറയുന്നത്. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ കെനി ഗ്രേഷ്യസിനൊപ്പം ആദർശ് തുളസീധരൻ, അമൃത ന്യൂസ്.